പി.ജെ. കുര്യൻ എന്ന് പറയുന്നത് ഒരു സാധാരണ കോൺഗ്രസുകാരനല്ല. നിരവധി തവണ എം.പിയായും കേന്ദ്രമന്ത്രിയായും രാജ്യസഭാ ഉപാധ്യക്ഷനായും പ്രവർത്തിച്ച് പരിചയമുള്ള ഇന്ത്യയിലെ അറിയപ്പെടുന്ന കോൺഗ്രസ് നേതാവാണ്. ആ നേതാവാണിപ്പോൾ കോൺഗ്രസിന്റെയും സംഘപരിവാറിന്റെയും രാഷ്ട്രീയ ശത്രുവായ SFIയെ കണ്ട് പഠിക്കണമെന്ന് സ്വന്തം അനുയായികളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. പത്തനംതിട്ടയിൽ നടന്ന കോൺഗ്രസ് പരിപാടിയിൽ വച്ചാണ് SFIയെ പ്രകീർത്തിച്ചും യൂത്ത് കോൺഗ്രസിനെയും KSUവിനെയും കുറ്റപ്പെടുത്തിയും പി.ജെ. കുര്യൻ രംഗത്ത് വന്നിരിക്കുന്നത്. സർവകലാശാല സമര വിഷയത്തിൽ SFI നടത്തുന്ന ശക്തമായ പ്രക്ഷോഭമാണ് പി.ജെ. കുര്യനെയും സ്വാധീനിച്ചിരിക്കുന്നത്. ക്ഷുഭിത യൗവനത്തെ കൂടെ നിലനിർത്തുന്നത് SFI ആണെന്നും KSUവിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും നേതാക്കളെ TV-യിൽ മാത്രമേ കാണാറുള്ളൂ എന്നുമാണ് പി.ജെ. കുര്യൻ പരിഹസിച്ചിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റിനെയും KSUവിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും നേതാക്കളെയും വേദിയിലിരുത്തി കുര്യൻ നടത്തിയ ഈ വിമർശനം സോഷ്യൽ മീഡിയകളിൽ വൈറലാണ്. എന്തുകൊണ്ട് 25 ചെറുപ്പക്കാരെ പോലും ഒപ്പം കൂട്ടാൻ ഓരോ യൂത്ത് കോൺഗ്രസ് KSU നേതാക്കൾക്ക് കഴിയുന്നില്ല എന്ന ചോദ്യമുയർത്തിയ പി.ജെ. കുര്യൻ SFIയെ എല്ലാവരും കണ്ടു പഠിക്കണമെന്നും എന്തെല്ലാം എതിർ പ്രചരണങ്ങൾ ഉണ്ടെങ്കിലും അവരുടെ സംഘടന എത്ര ശക്തമാണ് എന്നത് തിരിച്ചറിയണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ ഗവർണർക്കും VC-മാർക്കും എതിരായ SFIയുടെ സമരത്തെ ചൂണ്ടിക്കാട്ടിയ അദ്ദേഹം അഗ്രസീവായ യൂത്തിനെയാണ് അവർ അവരുടെ കൂടെ നിർത്തുന്നത് എന്നും വ്യക്തമാക്കുകയുണ്ടായി. യുവജനങ്ങൾ കോൺഗ്രസിൽ നിന്നും പാടെ അകലുകയാണ് എന്നാണ് പി.ജെ. കുര്യൻ പറയുന്നത്. 75 പേരുണ്ടായിരുന്നിടത്ത് 5 ചെറുപ്പക്കാരില്ലെന്നും പരസ്യമായി തന്നെ അദ്ദേഹം തുറന്നടിച്ചിട്ടുണ്ട്. കോൺഗ്രസിന് കേഡർമാരെ സംഭാവന ചെയ്യേണ്ട യൂത്ത് കോൺഗ്രസും KSUവും ദയനീയ അവസ്ഥയിൽ തുടരുന്നതാണ് അദ്ദേഹത്തെ പ്രകോപിപ്പിച്ചിരിക്കുന്നത്. അതേസമയം ഉന്നത കോൺഗ്രസ് നേതാവായ പി.ജെ. കുര്യന്റെ ഈ തുറന്നു പറച്ചിൽ കോൺഗ്രസ് നേതാക്കളെ മാത്രമല്ല UDF പ്രവർത്തകരെ ആകെ അമ്പരപ്പിച്ചിട്ടുണ്ട്. കുര്യൻ പറഞ്ഞത് ഒരു യാഥാർത്ഥ്യമാണെങ്കിലും എല്ലാ യാഥാർത്ഥ്യവും തുറന്നു പറയാനുള്ളതല്ല എന്നാണ് യൂത്ത് കോൺഗ്രസ് KSU നേതാക്കൾ പറയുന്നത്. പാർട്ടി പരിപാടിയിലെ കുര്യന്റെ പ്രസംഗം വിവാദമായതിൽ KPCC നേതൃത്വത്തിനും കടുത്ത അതൃപ്തിയുണ്ട്. പ്രതിപക്ഷ നേതാവ് SFIക്കെതിരെ ആഞ്ഞടിക്കുമ്പോൾ പി.ജെ. കുര്യനെ പോലുള്ള മുതിർന്ന കോൺഗ്രസ് നേതാവ് SFIയെ കണ്ടു പഠിക്കണമെന്ന് പറയുന്നതിന്റെ യുക്തി എന്താണെന്നാണ് ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ ചോദിക്കുന്നത്. മുസ്ലിം ലീഗിനും കുര്യന്റെ അഭിപ്രായ പ്രകടനത്തിൽ വിമർശനമുണ്ടെങ്കിലും തൽക്കാലം പ്രതികരിക്കേണ്ടതില്ല എന്നതാണ് അവരുടെ തീരുമാനം. പി.ജെ. കുര്യന്റെ SFI അനുകൂല നിലപാടിനെതിരെ ലീഗ് വിദ്യാർത്ഥി സംഘടനയായ MSFനും കടുത്ത പ്രതിഷേധമാണുള്ളത്. കുര്യന്റെ പ്രതികരണം SFIയും CPM-ഉം രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്തുന്നതിലാണ് ലീഗ് വിദ്യാർത്ഥി സംഘടനയും ആശങ്കപ്പെടുന്നത്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും നീണ്ട ഇടവേളയ്ക്ക് ശേഷം വീണ്ടും രാഷ്ട്രീയ കേരളത്തിൽ ചൂടുള്ള ചർച്ചാ വിഷയമായിരിക്കുകയാണ് SFI. കഴിഞ്ഞ 9 വർഷമായി അടക്കിവെച്ച സമരവീര്യത്തെ പുറത്തെടുക്കാനുള്ള അവസരമാണ് ഗവർണറായിട്ട് അവർക്ക് ഒരുക്കി കൊടുത്തിരിക്കുന്നത്. സർവകലാശാലകളിലേക്ക് SFI നടത്തിയ മാർച്ചുകളും സംസ്ഥാന വ്യാപകമായി നടത്തിയ പഠിപ്പ് മുടക്കലുമെല്ലാം വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കാനുള്ള ഗവർണറുടെ സങ്കുചിത്ര രാഷ്ട്രീയത്തിനെതിരായ പ്രതിഷേധമായാണ് ജനങ്ങൾ കണക്കുകൂട്ടുന്നത്. സമര സംഘടനയായ SFIക്ക് പഴയ വീര്യം പുറത്തെടുക്കാൻ അവസരം നൽകിയതിന് ഗവർണറോട് വിദ്യാർത്ഥി സമൂഹം യഥാർത്ഥത്തിൽ നന്ദി പറയേണ്ടതുണ്ട് എന്ന ചർച്ചകളുമുണ്ട്. സംഘപരിവാർ രാഷ്ട്രീയത്തിന് ഇടതുപക്ഷമാണ് പ്രതിയോഗിയെന്നും കാവ്യ രാഷ്ട്രീയത്തെ ചെറുക്കാനും നേരിടാനും തങ്ങൾക്ക് മാത്രമേ കഴിയൂ എന്നുമാണ് SFI പറയുന്നത്. UDF വിദ്യാർത്ഥി സംഘടനയായ KSUവും MSFും എവിടെയാണ് എന്ന് SFI നേതാക്കൾ ചോദിക്കുമ്പോൾ അതിനും കൃത്യമായി മറുപടി കിട്ടുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഗവർണർക്കെതിരെ ശക്തമായ ഒരു പ്രകടനം പോലും നടത്താൻ കഴിയാത്ത തരത്തിലുള്ള ദയനീയ അവസ്ഥയിലാണ് KSU നിലവിലുള്ളത്. ഈ പോക്ക് പോയാൽ അവർക്ക് നിലവിലുള്ള സ്വാധീനം പോലും ക്യാമ്പസുകളിൽ നിന്നും നഷ്ടപ്പെടാനാണ് സാധ്യത. അടിയെന്ന് എഴുതി വെച്ചാൽ പോലും ഓടിക്കളയുന്ന മാനസികാവസ്ഥയിലുള്ള KSU നേതാക്കളുടെ മുന്നിലൂടെയാണ് അടിച്ചു കയറി SFI മുന്നോട്ട് പോകുന്നത് എന്ന രീതിയിലും ചർച്ചകളുണ്ട്. ഇവിടെ SFIക്ക് മുന്നിൽ പോലീസും പട്ടാളവും ഒന്നും ഒരു പ്രശ്നമല്ലെന്നാണ് അവരുടെ നേതാക്കൾ പ്രഖ്യാപിക്കുന്നത്. പോരാട്ടവീരും സിരകളിലോടുന്ന വിദ്യാർത്ഥികൾക്ക് അത് നൽകുന്ന ആവേശവും വലുതായിരിക്കും. പോലീസിന്റെ സകല പ്രതിരോധ സംവിധാനങ്ങളെയും തകർത്ത് സർവകലാശാലകൾക്കകത്ത് കയറിയ SFI നാളെ ഗവർണറുടെ വസതിയിൽ കയറിയാലും അത്ഭുതപ്പെടാനില്ല. അതിനുള്ള സംഘടനാ ശേഷിയും വിദ്യാർത്ഥികളുടെ പിൻബലവും SFI എന്ന സംഘടനയ്ക്കുണ്ട് എന്ന് വേണം പറയാൻ. ഇടതുപക്ഷ സർക്കാരാണ് കേരളം ഭരിക്കുന്നത് എന്ന് മാത്രമാണ് SFIക്ക് മുന്നിലുള്ള ഏക പരിമിതി. അതല്ലായിരുന്നുവെങ്കിൽ ഈ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന്റെ ഗതി തന്നെ മാറി ഏത് രൂപത്തിലാകുമായിരുന്നു എന്നത് SFIയുടെ മുൻകാല പോരാട്ട ചരിത്രം ഓർത്താൽ ആർക്കും തന്നെ മനസ്സിലാകാൻ പറ്റുന്ന കാര്യവുമാണ്. ഈ രീതിയിലാണ് ഇന്നത്തെ ചർച്ചകൾ മുന്നോട്ട് പോകുന്നത്.